വിചാരിച്ചാൽ ഉണ്ണി പറക്കുന്ന ഡോക്ടർമാർ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തണ്ട. പക്ഷെ ഈ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കല്ലേ. ഞാൻ അവളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് എന്റെ അന്തിക്കൂട്ടിനല്ല. അതെല്ലാവരും മനസ്സിലാക്കണം. എന്നെ തള്ളിക്കളയാനും കുറ്റം പറയാനും കിട്ടിയ സമയത്ത് നിങ്ങളെല്ലാം വാസ്തവം ചോദിക്കാൻ മറന്നുപോയി. കോൾഗേൾ അല്ലെങ്കിൽ പിന്നെ അവൾ ആരാടാ? ഈ സിറ്റിയിൽ അവൾ കറങ്ങി നടക്കുന്നത് കണ്ട പലരും ഉണ്ട്. നിനക്ക് അറിയാമോ? എനിക്കൊന്നും അറിയണ്ട. അവളെ പറ്റി കൂടുതലായിട്ട് എനിക്ക് അറിയാൻ വേണ്ട. പക്ഷെ അറിയുന്നൊന്നുണ്ട്. ഇത് ഇന്ത്യൻ പ്രസിഡന്റ് അവള് കൊടുത്ത ദയാ ഹർജിയുടെ ഒരു കോപ്പിയാണ്. കളക്ടർ ഒന്ന് വായിച്ചു നോക്കണം. അയ്യോ, അങ്ങനെ കൊലപാതകയാവരുത്. IPC 302 വകുപ്പ് പ്രകാരം ആദ്യം തൂക്കിക്കൊല, പിന്നെ ജീവപര്യന്തം ശിക്ഷ. നോക്കിയേ, ഇത് പ്രിൻസിന്റെ ഫാം ഹൗസ് ആണ്. ഇവിടെ പ്രിൻസ് പറയുന്നത് നടക്കൂ. പിന്നെ ഞാനും കുട്ടിയുടെ ഡാഡി വരട്ടെ, എന്നിട്ട് പോവാം. പ്രിൻസ് പറഞ്ഞു കേട്ടല്ലോ. അയ്യോ കുഞ്ഞിന് ഇവിടെ എന്തോത്തിന്റെ കുറവാ. ഇനി ഇപ്പൊ പോണമെങ്കിൽ തന്നെ ഡാഡി വരുമ്പോ അങ്ങ് പോവാമല്ലോ. എന്റെ ഡാഡി വരില്ല, ഒരിക്കലും വരില്ല. അത് ബുദ്ധി. ആ നമ്പർ കയ്യിലിരിക്കട്ടെ. അഞ്ജുവിന്റെ ഡാഡി വരുന്നത് തന്നെ മോൾ എവിടാന്ന് ചോദിച്ചോണ്ടായിരിക്കും. ഒന്നും പറയണ്ട. അഞ്ജുവിൻ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല. അഞ്ജു ആകെ അപ്സെറ്റ് ആയിരിക്കുക. എന്തു പറ്റി? എനിക്കൊന്നും പറ്റില്ല. പിന്നെ എന്തിനാ നിലവിളിച്ച്? വല്ല സ്വപ്നം കണ്ടോ? ഞാൻ നിലവിളിച്ചിട്ടില്ല. ഞാൻ പൊയ്ക്കോളാം. എന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കും? എനിക്ക് പോണം. എന്നെ കൊണ്ടുവരാൻ ആരും വരില്ല. വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഡാഡി വരാതിരിക്കില്ല. അതെ, പ്രിൻസിന്റെ നാക്ക് കരിനാക്ക, ഫലിക്കും. അന്ന് അഞ്ജുവിനെ ആരും തടയില്ല. ഇപ്പൊ കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. ഹാവ് എ നൈസ് സ്ലീപ്പ്. എന്തോന്ന്? പോയി കിടന്ന് ഉറങ്ങുന്നതാ? ഉറങ്ങിക്കോ. ഒന്നുമില്ല. മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പെങ്കിലും മകളെ സേഫായ ഒരിടത്ത് എത്തിക്കണമെന്ന ആഗ്രഹമേ അച്ഛനുള്ളൂ. അഞ്ജുവിനൊരു ജോലി, മെർക്കാരയിലെ പബ്ലിക് സ്കൂളിൽ ടീച്ചറായിട്ട്. എല്ലാം ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക. ആ കുട്ടിയുടെ വീടോ? ഊട്ടിയിലുണ്ടായിരുന്ന വീടൊക്കെ കേസ് നടത്താൻ വേണ്ടി വിറ്റു. ഇനിയും വിൽക്കാൻ ബാക്കിയുള്ളത് ആ കാറ് മാത്രമാണ്. നാളെയല്ലേ ശിക്ഷ നടപ്പാക്കുന്നത്? അതെ, ഈ ഒളിച്ചുകളി തീരാൻ പോവുകയാണ്. എല്ലാം എനിക്കും സദാശിവനും അറിയാമെന്ന് അഞ്ജു അറിയുമ്പോ ഇനിയും കിട്ടുമെന്ന് ഉറപ്പില്ലാത്തൊരു ദയാഹർജിക്ക് വേണ്ടിയാണ് ഞാൻ ഓടി നടക്കുന്നത്. തിരിച്ചു കൊടുക്കാൻ പറ്റിയാൽ ഒരു ജീവൻ മാത്രമല്ല, ഒരു അച്ഛനെയും കൂടിയാണ്. മോളെ അഞ്ജു, മോളെ അഞ്ജു. എന്താ മാമ? എന്താ കാര്യം? കൊച്ചമ്മ അത് പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. എവിടെ? വിടറാ, നീയൊക്കെ കൂടി ആ പാവം കുട്ടിയെ എവിടെയായിട്ട് എങ്ങനെ? മോളെ അഞ്ജുട്ടി, അയ്യോ ആരാച്ചാര് വന്നു കാണുമല്ലോ. എങ്ങോട്ട് പോവുക? വിടൂല. എടാ, സ്വന്തം അച്ഛനെ തൂക്കിക്കൊല്ലാൻ പോണതിന്റെ വിഷമം നിനക്കറിയോ? നീ എങ്ങനെ അറിയാനാ? നിനക്ക് അച്ഛനില്ലല്ലോ. എടാ തന്തയില്ലാത്തവനെ, എന്നെ വിടറാ. ഞാൻ ആ കുട്ടിയെ പോയി പറഞ്ഞു വിട്ടെ. ആ കുട്ടി അവസാനമായിട്ട് അതിന്റെ അച്ഛൻ ഒരു നോക്കി കണ്ടോട്ടടാ. തന്റെ തിരുവായ നടക്ക്. ഞങ്ങൾക്ക് ഈ വിവരമൊക്കെ അറിയാവുന്നുള്ളത് ആ കുട്ടിക്ക് അറിയില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ് കുഴപ്പിക്കല്ലേ. അയ്യോ, അതിനറിയില്ലേ? എന്റെ മോളെ അഞ്ജു.
സങ്കടം കാണിക്കേണ്ട നേരമല്ലേ ഇത്? മിണ്ടാതെ ഇവിടെ ഞാൻ ഇരുന്നോണം. അതല്ല പൊട്ടിക്കരഞ്ഞ ഒക്കുന്നുണ്ടെങ്കിൽ അകത്ത് കുളിമുറി ഉണ്ട്, അവിടെ പോയിരുന്ന് കരഞ്ഞോ. അയ്യോ, ഇനിയിപ്പൊ അങ്ങോട്ടേന്ന് കണ്ണീരൊലിപ്പിക്കല്ലേ. അറിഞ്ഞപ്പോ എനിക്കുണ്ട് വിഷമം. പക്ഷെ ഞാനും ഒന്നും പറയാൻ പോയില്ലല്ലോ. എന്നാലും ജയിലിലേക്ക് പോണെന്ന് ആ കുട്ടി വാശി പിടിച്ചാലോ സദാശിവ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എന്ത് പറഞ്ഞാലും എന്ത് ബഹളം ഉണ്ടാക്കിയാലും അഞ്ജുവിനെ നമ്മൾ പുറത്തേക്ക് വിടുന്നില്ല. അത് അവളുടെ അച്ഛൻ പറഞ്ഞിട്ടാ. അവൾ ഇവിടുന്ന് പോകരുതെന്ന് കരുതി ആ സ്റ്റെയർ കേസിന്റെ അടിയിൽ നമ്മൾ ടയർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് മണ്ടമാർന്നല്ല നമ്മള്. അതെ. ഓ എന്തുവോ ദാ അത്ഭുതങ്ങൾ നടത്താൻ നമ്മൾ ഈശ്വരന്മാരൊന്നുമല്ലല്ലോ. വിശിഷ്ട സേവാ മെഡലും പരമവീര ചക്രവും ദയ കിട്ടാൻ ഒരു എക്സ്ക്യൂസ് അല്ല. സത്യം പറയാലോ, എനിക്ക് വലിയ ഹോപ്പില്ല. നമുക്കെല്ലാം അഞ്ജുവിനോട് പറയാം. എന്നിട്ട് അവളെയും കൂട്ടി അദ്ദേഹത്തെ ഒന്ന് പോയി കാണാം. മോളെ ജയിലിലേക്ക് കൊണ്ടുവരണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അപ്പോ ഇനിയിപ്പോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. വളരെ കുറച്ച് മണിക്കൂറുകളെ ഇനി അദ്ദേഹത്തിനുള്ളൂ. അവസാനമായി അവൾ അവളുടെ അച്ഛനെ ഒന്ന് കാണട്ടെ. മോളെ അഞ്ജു, അഞ്ജു വാതിൽ തുറക്ക്. അഞ്ജു മോളെ വാതിൽ തുറന്നേ. അഞ്ജു, അഞ്ജു എവിടെ? സദാശിവ, അഞ്ജു എവിടെയെന്ന്? എനിക്കറിയില്ല. ഇറക്കി വിട്ടവരോട് തന്നെ ചോദിച്ചു. വേ നിൽക്കുന്നു. എല്ലാരും വെട്ടിച്ച് അവൾ ഇറങ്ങിപ്പോയി. അതെ, വിഷമിക്കാനൊന്നുമില്ല. ആ കുട്ടി അതിന്റെ അച്ഛനെ കണ്ടിട്ട് ഉടനെ അങ്ങ് തിരിച്ചെത്തും. തിരിച്ചു വരും. തനിക്ക് എന്താ ഉറപ്പ്? ഉറപ്പ്? നന്ദി. 15 ദിവസം നിങ്ങൾ എന്നെ സഹിച്ചതിന് നന്ദി. ഇനി എന്നെക്കുറിച്ച് നിങ്ങൾ അറിയാത്തൊരു രഹസ്യം കൂടിയുണ്ട്. ഈ രാത്രി അവസാനിക്കുന്നതിന് മുൻപ് എന്റെ ഡാഡി തൂക്കുകയറിൽ പെടഞ്ഞ് മരിക്കും. ഡാഡി ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കണ്ട. ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമായിരുന്നു ഞാനിവിടെ വന്നത്. എന്റെ ഡാഡി മരിക്കുന്ന അതേ മുഹൂർത്തത്തിന് വേണ്ടി. പുലർച്ചയ്ക്ക് 4:30 മണിക്ക് ഞാനും ഡാഡിയോടൊപ്പം യാത്രയാകും. അതുവരെ മാത്രം ഞാനൊന്ന് ജീവിച്ചോട്ടെ. ദയവായി എന്നെ അന്വേഷിക്കരുത്. ആഘോഷിക്കാൻ ഇനി എനിക്കൊരു പിറന്നാളുമില്ല. ദീർഘായുസിന് ഇനി വഴിപാട് വേണ്ടെന്ന് സദാശിവനോട് പറയണം. അപ്പൂന്റെയും പപ്പൂന്റെയും ഒക്കെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാകും. ഡാഡിയോടൊപ്പം ദൂരയാത്ര പോയ ആന്റിയായിട്ട്. പ്രിൻസിന്റെ ഉള്ളിൽ മാത്രം ഞാൻ ഉണ്ടാകാതിരിക്കട്ടെ. ഈ ശല്യക്കാരി. ഗുഡ് ബൈ. എന്തായടാ, വല്ല വിവരമുണ്ടോ? ഇല്ല. നീ വിഷമിക്കണ്ട, അവൾ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുണ്ടാവും. സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് കണ്ടുപിടിക്കാം. നീ പോയി ദാസിനെ വിവരം അറിയിക്കേ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. ಎಲ್ಲ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ಲು ವೈರ್ಲೆಸ್ ಮೆಸೇಜ್ ಕೊಟ್ಟಿದ್ದೇನೆ ಸರ್. ಹೈವೇಲಿ ಹೋಗುವ ಎಲ್ಲಾ ಗಾಡಿಯನ್ನು ಚೆಕ್ ಮಾಡಬೇಕು ಸರ್. ಹೋಟೆಲು ಮತ್ತು ಲಾಡ್ಜ್ನು ಎಚ್ಚರಿಕೆ. ಎಸ್ ಸರ್. യെസ്, കൺട്രോൾ റൂം. ಸರ್, ಹೌದು ವೈಟ್ ಮಾರುತಿ ಕಾರ್ ನಂಬರ್ TN05M2678.